ശ്രീകണ്ഠൻ ജയിക്കുകയാണെങ്കിൽ ശ്രീകണ്ഠൻ എത്ര വോട്ട് ഭൂരിപക്ഷം വന്നാലും ഒരു വോട്ടിന് ഒരു ഉറുപ്പ്യ വെച്ചിട്ട് ഇവൾക്ക് കൊടുക്കും. ഇല്ലെങ്കിൽ ഓൾ 1000 ഉറുപ്പ്യ എനിക്ക് തരും. 1000 ഒരു വോട്ടിന് ഇവന്റെ ഭൂരിപക്ഷം എങ്ങനെ വരുന്നത് അതിനനുസരിച്ച് ഓൾ തരണം. ഇവനോട് വാക്ക് പാലിക്കാൻ തയ്യാറാണെന്ന് ചോദിച്ചപ്പോ ഞാൻ വാക്ക് പാലിക്കാൻ തയ്യാറാണെന്ന് റഫീഖ് പറയുകയും ഇവള് കിട്ടി ബോധിച്ചതായിട്ട് എന്നെ അറിയിക്കുകയും ചെയ്തു. ഞാൻ ഈ സാക്ഷിയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവത്തിൽ പങ്കെടുത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ നാട്ടിലെങ്ങും പല വിധത്തിലുള്ള പന്തയങ്ങളാണ്. സ്വന്തം കാറ് പന്തയമായി നൽകുന്നു, തല മൊട്ടയടിക്കുന്നു, മീശ വടിക്കുന്നു, അങ്ങനെ പലവിധം പന്തയങ്ങൾ. പാലക്കാട് വിളയൂരിൽ ഏതാണ്ട് 75,283 രൂപയാണ് പന്തയമായി നൽകിയത്. അതായത് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന് കിട്ടിയ ഭൂരിപക്ഷം. എന്താണ് ഈ പന്തയത്തിന് പിന്നിൽ? എന്താണ് ഈ രസകരമായ പന്തയത്തിന് പുറകിലെ കഥ? ശ്രീകണ്ഠൻ ജയിക്കുകയാണെങ്കിൽ ശ്രീകണ്ഠൻ എത്ര വോട്ട് ഭൂരിപക്ഷം വന്നാലും ഒരു വോട്ടിന് ഒരു ഉറുപ്പ്യ വെച്ചിട്ട് ഇവൾക്ക് കൊടുക്കും. ഇല്ലെങ്കിൽ ഓൾ 1000 ഉറുപ്പ്യ എനിക്ക് തരും. 1000 ഒരു വോട്ടിന് ഇവന്റെ ഭൂരിപക്ഷം എങ്ങനെ വരുന്നത് അതിനനുസരിച്ച് ഓൾ തരണം. ആയിക്കോട്ടെ. ഒരു ഉറുപ്പ്യ അല്ല എത്ര വെച്ചിട്ട് ഒരു വോട്ടിന് ഒരു ഉറുപ്പ്യ വെച്ചിട്ട് ഇങ്ങോട്ടും തരാം. ഓക്കെ. സംഗതി ഇങ്ങനെയാണ്. വിളത്തൂർ സ്വദേശിയായിട്ടുള്ള റഫീഖാണ് സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ ആര്യയുമായി ബെറ്റ് വെച്ചത്. VK ശ്രീകണ്ഠൻ വിജയിച്ചാൽ ഭൂരിപക്ഷം ലഭിക്കുന്ന ഓരോ വോട്ടിനും 1 രൂപ വെച്ച് നൽകുമെന്നായിരുന്നു റഫീഖിന്റെ പന്തയം. വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു അദ്ദേഹം. പിന്നീട് എന്താണ് സംഭവിച്ചത്? SKN പാലക്കാട് വീണ്ടും VK ശ്രീകണ്ഠൻ വിജയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ഇത് 2ാം ഊഴം. 75,283 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് VK ശ്രീകണ്ഠൻ വീണ്ടും പാർലമെന്റിലേക്ക് എത്തുന്നത്. സമീപത്ത് അപ്പോഴുണ്ടായിരുന്ന ആളുകളെ ഈ ബെറ്റിന്റെ മധ്യസ്ഥരായും നിർത്തി. സംഭവിച്ചത് പിന്നെ എല്ലാവരും കണ്ടതാണല്ലോ. 75,283 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പാലക്കാട് നിന്ന് VK ശ്രീകണ്ഠൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. വാക്കു പറഞ്ഞാൽ അത് വാക്കായിരിക്കണം. അതുകൊണ്ട് തന്നെ സ്ഥാപനത്തിലെത്തി ആ തുക, അതായത് 70,000-ൽ പരം രൂപ ആര്യയ്ക്ക് റഫീഖ് കൈമാറി. ഞാനും കൂടെ ഈ കടയില് കസ്റ്റമറായി വന്ന സമയത്താണ് ഇവിടെ ഇങ്ങനെ ഒരു ബെറ്റ് കണ്ടത്. ഈ ബെറ്റുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് അത്ര താല്പര്യമില്ല. പക്ഷെ ഞാൻ കണ്ടെന്നുള്ള പേരില് ഇവനോട് വാക്ക് പാലിക്കാൻ തയ്യാറാണെന്ന് ചോദിച്ചപ്പോ ഞാൻ വാക്ക് പാലിക്കാൻ തയ്യാറാണെന്ന് റഫീഖ് പറയുകയും ഇവള് കിട്ടി ബോധിച്ചതായിട്ട് എന്നെ അറിയിക്കുകയും ചെയ്തു. ഞാൻ ഈ സാക്ഷിയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവത്തിൽ പങ്കെടുത്തത്. ആര്യ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് സാധനം വാങ്ങിക്കാൻ എത്തിയതായിരുന്നു റഫീഖ്. അപ്പോഴാണ് ഈ രാഷ്ട്രീയ ചർച്ചകളും ഈ ബെറ്റുമൊക്കെ ഉണ്ടായത്. ബെറ്റ് വെച്ച റഫീഖ് പ്രദേശത്തെ CPIM പ്രവർത്തകനാണ്. ആര്യയുടെ ഭർത്താവ് സുജീഷ് കോൺഗ്രസിലെ ബൂത്ത് പ്രസിഡന്റുമാണ്. എന്നാൽ ആ നാട്ടിലെങ്ങും ഇപ്പോൾ ഈ പന്തയമാണ് ചർച്ച. 75,000-ൽ പരം രൂപ നഷ്ടമായതാണ് ചർച്ച. എന്തായാലും ഒരു സൗഹൃദപരമായിട്ടുള്ള ബെറ്റാണ്. അതിനെ വളരെ കൗതുകത്തോടു കൂടിയാണ് ഈ നാട്ടുകാരും നോക്കിക്കാണുന്നത്.